സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ല എന്ന് പറഞ്ഞ LDF സർക്കാർ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചല്ലോ എന്ന ചോദ്യം ഒരു സഖാവിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ വില കൂട്ടിയതല്ല, കേരളം മൊത്തം വികസിക്കുന്ന കൂട്ടത്തിൽ സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില കൂടി വികസിച്ചതാണ് എന്ന പുതിയ ക്യാപ്സൂളാണ് ലഭിച്ചത്. സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകുന്ന 13 സാധനങ്ങൾക്കും വില കുത്തനെ കൂട്ടി. മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് വില കൂട്ടുന്നത്. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് പുതിയ വില വിവര പട്ടിക കേട്ടാൽ തല കറങ്ങും. 66 രൂപയ്ക്ക് ലഭിച്ചിരുന്ന 1 കിലോ തുവരപ്പരിപ്പിന്റെ വില സെഞ്ചുറി കടത്തി 111 രൂപയാക്കി. 74 രൂപയ്ക്ക് കിട്ടിയിരുന്ന ചെറുപയറിന് 92 രൂപയും 66 രൂപയുണ്ടായിരുന്ന ഉഴുന്നിന് 95 രൂപയും 43 രൂപയുടെ വൻകടലയ്ക്ക് 70 രൂപയും നൽകണം. 45 രൂപയുടെ വൻപയർ 75 രൂപയായും 22 രൂപയുടെ പഞ്ചസാര 27 രൂപയായും 46 രൂപയുടെ വെളിച്ചെണ്ണ 55 രൂപയായും ഉയരും. പുതുക്കിയ അരിവില കഞ്ഞികുടി മുട്ടിക്കും. മട്ട അരിക്ക് 7 രൂപയുടെയും കുറുവ അരിക്ക് 5 രൂപയുടെയും ജയ അരിക്ക് 4.5 രൂപയുടെയും പച്ചരിക്ക് 3 രൂപയുടെയും ഒറ്റയടി വർധനയാണ് വരുന്നത്. 2023 ഓഗസ്റ്റ് മാസത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകാത്ത വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചപ്പോൾ തെളിയിക്കാൻ മന്ത്രി പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആ മന്ത്രിക്ക് തന്നെ വസ്തുത അംഗീകരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് സംസ്ഥാന കൗൺസിൽ അംഗം R. ലതാദേവി, മന്ത്രിയുടെ ഭാര്യ കൂടിയാണെന്ന് ഓർക്കണം, യോഗത്തിനിടെ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മന്ത്രിയുടെ കൈയക്ഷരം നേരെയായെങ്കിലും നാട്ടുകാരുടെ തലവര ഇതുവരെ നേരെയായിട്ടില്ല. സപ്ലൈകോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സപ്ലൈകോയ്ക്ക് നിലവിലുള്ള ആകെ കുടിശ്ശിക 3000 കോടി രൂപയിലേറെയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താനായുള്ള ഇടപെടലുകളുടെ ഫലമായി 8ാം വർഷവും സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ടില്ല. 13 ഇനം നിത്യോപയോഗ വസ്തുക്കളാണ് 2016 വിലയിലും കുറച്ച് ഇപ്പോഴും നൽകി വരുന്നത് എന്ന് ഓഗസ്റ്റിൽ പോസ്റ്റ് ഇട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെന്താണ് പറയാനുള്ളത് എന്നറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. അന്നു മുതൽ സപ്ലൈകോ സ്റ്റോറുകളിൽ ഒരു സാധനവും സ്റ്റോക്കില്ല. പാവപ്പെട്ടവന്റെ ആശ്രയമായ സപ്ലൈകോയെ 51 വെട്ട് വെട്ടി കൊല്ലരുതേ എന്നാണ് നമ്മുടെയൊക്കെ അഭ്യർത്ഥന.